നമസ്കാരം. വലിയ വാർത്തകളുടെ പോയ വാരമാണ് കഴിഞ്ഞുപോയത്. കഴിഞ്ഞാഴ്ച സംഭവിച്ച പ്രധാന സംഭവങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. സ്വാഗതം വീക്കെൻഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക്. മലയാള സിനിമയുടെ സുവർണകാലത്തെ അനശ്വരമാക്കിയ മഹാനടന്മാർ ഓരോരുത്തരായി പോയി മറയുകയാണ്. പോയ വാരം നമ്മെ ഏറ്റവും അധികം ദുഃഖത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു മാറിയ മലയാള സിനിമയ്ക്കൊപ്പം ചിരഞ്ജീവിയായി ജീവിച്ചിരുന്ന നടൻ സലീം കുമാറിന്റെ വിയോഗം. ജെൻസി കാലത്തും ട്രോളന്മാരുടെ ഇഷ്ട മീമുകളിലും അദ്ദേഹം തന്നെയായിരുന്നു ഹീറോ. പല കാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് പല മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും മലയാളികളെ കുടുകുടെ ചിരിപ്പിക്കാൻ സലീം കുമാർ ഉണ്ടായിരുന്നു. കാലം മായ്ക്കാത്ത ഓർമ്മകളായി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്നും നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. കൊച്ചിയെത്തുമ്പോഴും കല്യാണ വീട്ടിലെ കലവറ തമാശകളിലും ഇതാ എന്റെ രാജിക്കത്തെന്ന് പറയുമ്പോഴും നമ്മൾ സലീം കുമാറിനെ ഓർക്കും. തമാശകളുടെ മീമുകളിൽ സലീം കുമാർ കാലം വായിക്കാത്ത അടയാളങ്ങളാകുന്നുണ്ട്. ഉഷ്ണമുഷ്ണേന ശാന്തികൃഷ്ണ, നാറിയല്ല പ്യാരി, കൊച്ചിയെത്തി, നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ തുടങ്ങി അദ്ദേഹത്തിന്റെ എത്രയെത്ര ഡയലോഗുകളാണ് നമ്മെ കുടുകുടെ പൊട്ടിച്ചിരിപ്പിച്ചത്. എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ? മേരിക്കുട്ടിയുടെ അപ്പനോട് അന്നേ ഞാൻ പറഞ്ഞതാണ്, സ്ത്രീധനമായിട്ട് എനിക്ക് ഈ സ്ഥാപനം വേണ്ടെന്ന്. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും. അല്ലെങ്കിൽ വേണ്ട, ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്? എന്റെ രാജിക്കത്ത്. സലീം കുമാറിന്റെ ഒറ്റവരി ഹാസ്യങ്ങളുടെ പട്ടിക ഇനിയും എത്രയോ നീളുന്നുണ്ട്. ഹാസ്യം മാത്രമല്ല, തനി ഗൗരവമേറിയ കഥാപാത്രങ്ങളെയും അങ്ങേയറ്റം ഇമോഷനായ കഥാപാത്രങ്ങളെയും അദ്ദേഹം അനശ്വരമാക്കിയിട്ടുണ്ട്. ക്വീൻ സിനിമയിലെ ഏതാണ് പെൺകുട്ടികൾക്ക് അസമയമെന്ന അദ്ദേഹത്തിന്റെ ചോദ്യം പെൺകുട്ടികളിൽ പോലും വിപ്ലവം സൃഷ്ടിക്കാൻ തക്കതായിരുന്നു. അസമയത്തൊരു പെൺകുട്ടി, ഏതാണ് ആ സമയം? നിങ്ങൾ അസമയത്ത് പെൺകുട്ടിയെ കണ്ടവരല്ലേ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അത് അല്ല, പറയൂ. അവതരണത്തിലെ വ്യത്യസ്തതയും വാക്പ്രയോഗങ്ങളിലൂടെയുള്ള തമാശകളുമായി വേറിട്ട വഴിവെട്ടിയാണ് മലയാള സിനിമയിൽ അദ്ദേഹം സ്വന്തം ഇരിപ്പിടം ഉറപ്പിച്ചത്. കൊച്ചിൻ കലാഭവനിൽ നിന്ന് ഉയർക്കൊണ്ട പത്തരമാറ്റ് താരമായ സലീം കുമാർ യഥാർത്ഥ ജീവിതത്തിൽ നട്ടെല്ലുറപ്പോടെ നിലപാടുകൾ വ്യക്തമാക്കിയും അതേ പത്തരമാറ്റ് നിലനിർത്തിയിരുന്നു. കാലം എത്ര കടന്നുപോയാലും താൻ വെട്ടിയ വഴിയും തന്റെ ഇരിപ്പിടവും മലയാള സിനിമയിൽ ഭദ്രമാക്കിയാണ് അദ്ദേഹം ആകസ്മികമായി കടന്നുപോകുന്നത്. മലയാളത്തിന്റെ മഹാനടന് ആദരാഞ്ജലികൾ. കൾച്ചറൽ ഡെസ്ക്, കേരള വിഷൻ. ദിവസങ്ങളായി തുടർന്നു വരുന്ന ശക്തമായ മഴയിൽ കപ്പൂർ പഞ്ചായത്തിലെ പള്ളങ്ങാട്ട് ചിറയിൽ വീട് അപകടാവസ്ഥയിലായ ദയനീയമായ കാഴ്ചയും പോയ വാരം നമ്മൾ കണ്ടു. പള്ളങ്ങാട്ട് ചിറ കാളത്ത് വളപ്പിൽ എനുവിന്റെ വീടാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ളത്. സമീപത്തെ സ്വകാര്യ ഭൂമിയിൽ അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതാണ് വീടിന്റെ അപകടാവസ്ഥയ്ക്ക് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് ഏനുവിന്റെ വീടിന്റെ സംരക്ഷണ മതിൽ ഉൾപ്പെടെ 3 മീറ്ററോളം ഭാഗം താഴേക്ക് ഇടിഞ്ഞു വീണത്. ഇന്ന് പെയ്ത മഴയിലും കൂടുതൽ ഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത് വലിയ ഭീതി പരത്തുന്നുണ്ട്. അനധികൃതമായി മണ്ണെടുത്ത് താഴ്ത്തി സ്വകാര്യ വ്യക്തി വീട് നിർമ്മിച്ചതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായതെന്ന് കുടുംബം ആരോപിക്കുന്നു. ഈ വീടിനും ഗുരുതരമായ മണ്ണിടിച്ചിൽ ഭീഷണിയാണ്. ഏകദേശം 10 മീറ്ററോളം താഴ്ചയിലാണ് ഇവിടെ മണ്ണെടുത്തിട്ടുള്ളത്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ നിർമ്മാണം നടത്തിയതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. 2024 സമാനമായ രീതിയിൽ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അന്നും പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയതായിരുന്നു. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണം പൊട്ടിക്കൽ വലിയ വാർത്തയായിരുന്നു. ഈ സംഘത്തിലെ 13 പേർ പോലീസ് പിടിയിലായതും കഴിഞ്ഞാഴ്ചയിലെ പ്രധാന സംഭവമായിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ പാർക്കിംഗ്, അന്താരാഷ്ട്ര അറൈവൽ ഏരിയകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. 2 വ്യത്യസ്ത സംഘങ്ങളിലായി പ്രവർത്തിക്കുന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളിൽ നിന്നും 2 കാറുകൾ, 2 സ്കൂട്ടറുകൾ, 14 മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു.
കവർച്ചാ പദ്ധതികൾ ആസൂത്രണം ചെയ്തതിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ ഫോണുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതായി അന്വേഷണ സംഘം അറിയിച്ചു. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശി അൻസാർ, പരപ്പനങ്ങാടി സ്വദേശി അലി അക്ബർ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. പിടിയിലായവരിൽ ഭൂരിഭാഗം പേരും കണ്ണൂർ സ്വദേശികളാണ്. ഷാരോൺ, അക്ഷയ്, താജുദ്ദീൻ, സ്വരലാൽ, ധനേഷ്, ശരത്ത്, കനകരാജ്, ജുനൈദ്, രഞ്ജിത്ത്, തിരൂർ സ്വദേശി റിയാസ്, കോഴിക്കോട് സ്വദേശി സുജിത്ത്, വളാഞ്ചേരി സ്വദേശി ഇർഫാൻ, കർണാടക സ്വദേശി അഭിഷേക് എന്നിവരാണ് പിടിയിലായത്. ഇവർ പിടിയിലായ വിവരം അറിഞ്ഞതോടെ പുറത്ത് കാത്തുനിന്നിരുന്ന 2 സംഘങ്ങൾ കാറിൽ രക്ഷപ്പെട്ടു. ഇവർക്കായി അന്വേഷണ സംഘം തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ യാത്രക്കാരനെ കാണാനില്ലെന്ന പരാതിയും ഉയർന്നു. ഇന്നലെ രാത്രി 9:30 ജിദ്ദയിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വന്ന മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ സാലിയെയാണ് കാണാതായത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഇയാളെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന സംശയമുണ്ട്. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അറസ്റ്റിലായവരുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നുണ്ട്. കാണാതായ യുവാവിനുള്ള തെരച്ചിലും പുരോഗമിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി സ്വർണം കൊണ്ടുവരുന്ന യാത്രക്കാരിൽ നിന്ന് ആ സ്വർണം ബലമായോ ഭീഷണിപ്പെടുത്തിയോ തട്ടിയെടുക്കുന്ന സംഘങ്ങളെയാണ് സ്വർണം പൊട്ടിക്കൽ സംഘം എന്ന് വിളിക്കുന്നത്. സ്വർണം കടത്തുന്നവർക്ക് പോലീസിനെയോ കസ്റ്റംസിനെയോ അറിയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവരിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുന്നത് എളുപ്പമാണെന്ന് ഇത്തരം സംഘങ്ങൾ കണക്കുകൂട്ടുന്നു. വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിന്നാണ് ഇവർ യാത്രക്കാരെ നിരീക്ഷിക്കുന്നത്. സ്വർണം കടത്തുന്നവരെ കണ്ടെത്തുന്നതിനായി ഇവർക്ക് വിമാനത്താവളത്തിനുള്ളിലെ ചിലർ സഹായം നൽകുന്നതായും മുൻപ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സ്വർണം തട്ടിയെടുക്കാൻ വിദേശത്തുള്ളവർ ഉൾപ്പെടെയുള്ളവർ കൊട്ടേഷൻ നൽകുക പതിവാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത്. യാത്രക്കാരെ വിമാനത്താവളത്തിന് പുറത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ എത്തിച്ച് സ്വർണം കൈക്കലാക്കുന്ന രീതിയാണ് ഇത്തരം സംഘങ്ങൾക്കുള്ളത്. പിടിക്കപ്പെടാതിരിക്കാൻ വ്യാജ നമ്പറുകളുള്ളതോ വാടകയ്ക്കെടുത്തതോ ആയ വാഹനങ്ങളാണ് ഇത്തരം സംഘങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. സ്വർണം കൊണ്ടുവരുന്നത് തന്നെ നിയമവിരുദ്ധമായതിനാൽ പല യാത്രക്കാരും തങ്ങൾക്ക് സംഭവിച്ച കവർച്ചയെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെടാൻ മടിക്കുന്നത് ഇത്തരം സംഘങ്ങൾക്ക് കൂടുതൽ ധൈര്യം നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. നമുക്കറിയാം, പുതിയ സർക്കാർ അധികാരത്തിലേറിയതോടെ ലഹരിവേട്ട ലക്ഷ്യം വെച്ച് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പരിശോധന സംസ്ഥാനത്ത് ഊർജിതമായി നടപ്പിലാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കുന്നതിനിടെ സ്വകാര്യ ടെക്സ്റ്റൈൽ സെയിൽസ്മാൻമാർ പിടിയിലായതും ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. എടപ്പാൾ നടുവട്ടം ഐലക്കാട് റോഡിലുള്ള ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ സെയിൽസ്മാൻമാരാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പിടിയിലായത്. ഐലക്കാട് സ്വദേശികളായ അഭിനവ്, ഇന്ദ്രജിത്ത് എന്നിവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ചങ്ങരകുളം സ്റ്റേഷൻ പരിധിയിൽ എടപ്പാൾ നടുവട്ടം കേന്ദ്രീകരിച്ച് സ്വകാര്യ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന 2 പേർ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്നതായി വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഐലക്കാട് സ്വദേശികളായ 2 യുവാക്കളെ 100 ഗ്രാമോളം കഞ്ചാവുമായി പിടികൂടിയത്. ഐലക്കാട് സ്വദേശികളായ അഭിനവ്, ഇന്ദ്രജിത്ത് എന്നിവരെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തു. ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്ന വാർത്ത ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആനക്കര ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന കുറ്റിക്കാട്ട് പറമ്പിൽ സുധൻ കഴിഞ്ഞ 11 വർഷമായി കടുത്ത രോഗാവസ്ഥയിലാണ്. ഇരുവൃക്കകളും തകരാറിലായ സുധന് 3 മാസത്തിനുള്ളിൽ അടിയന്തരമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. ഇതിനായി ഏകദേശം 20 ലക്ഷത്തോളം രൂപ ചിലവ് വരും. വൃക്ക നൽകാൻ ജ്യേഷ്ഠൻ സന്നദ്ധനാണെങ്കിലും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് ചികിത്സാ ചിലവ് കണ്ടെത്താൻ സുമനസുകളുടെ കാരുണ്യം അനിവാര്യമാണ്. വൃക്ക നൽകാൻ ജ്യേഷ്ഠൻ സന്നദ്ധനാണെങ്കിലും 20 ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക സ്വയം കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ഇതിന് സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം. ചികിത്സയിലാണ്. ആദ്യം ഷുഗറാണ് ബാധിച്ചത്. അതിനുശേഷം പിന്നെ TB അസുഖം ബാധിച്ചു. അതിനുശേഷം പിന്നെ കാലിന് ഒരു ഓപ്പറേഷൻ നടന്നു. അങ്ങനെ നാട്ടുകാരും ഞങ്ങളുടെ ഏട്ടന്മാരും എല്ലാം വിട്ട് സഹായിച്ചുകൊണ്ടാണ് ഇതുവരത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നത്. ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരെ നമ്മൾ സമീപിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് അനിയൻ്റെ കിഡ്നി 2 കംപ്ലൈൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കിഡ്നി മാറ്റി വെക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ജ്യേഷ്ഠനാണ്.
ദിവസക്കൂലിക്ക് പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്ന സുധന്റെ വരുമാനം നിലച്ചതോടെ കുടുംബം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണിപ്പോൾ. നിലവിൽ ആഴ്ചയിൽ 3 ദിവസത്തെ ഡയാലിസിസ് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്കുണ്ടാക്കുന്നത്. ഉണ്ടായിരുന്ന വീടും വസ്തുക്കളും ബാങ്കിൽ പണയപ്പെടുത്തിയ അവസ്ഥയിലാണ് കുടുംബം. സുധന്റെ അമ്മ കിടപ്പ് രോഗിയാണ്. ഭാര്യയും 2.5 വയസ്സുള്ള കുട്ടിയും അടങ്ങുന്നതാണ് സുധന്റെ കുടുംബം. 3 മാസത്തിനുള്ളിൽ വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ തൃത്താല MLA VT ബൽറാം, ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു, സുധൻ ചികിത്സാ സഹായ സമിതി അംഗങ്ങൾ, നാട്ടുകാരും സുധന്റെ വീട് സന്ദർശിച്ചിരുന്നു. വൃക്കരോഗം ബാധിച്ച് വലിയ ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരു സഹോദരനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം ചേർന്ന് ഒരു ശ്രമം നടത്തി നോക്കുന്നത്. കുറ്റിക്കാട്ട് പറമ്പിൽ സുധൻ എന്ന് പറയുന്ന ഏതാണ്ട് 43 വയസ്സുള്ള ഈ യുവാവ്, അദ്ദേഹം കൂലിപ്പണി എടുത്ത് വളരെ സാധാരണ നിലയിലാണ് കുടുംബം നയിച്ച് മുന്നോട്ട് പോയിരുന്നത്. വളരെ പ്രായമായി അസുഖബാധിതയായി കിടക്കുന്ന ഒരു അമ്മയുണ്ട്. ഒരു 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ കൂടിയാണ് സുധൻ. പക്ഷെ വൃക്ക രോഗം വളരെ മൂർച്ഛിച്ച് ഇനി വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള അവസ്ഥയിലാണ്. കഴിഞ്ഞൊരു 10 വർഷത്തോളമായി ഈ അസുഖം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഭാഗ്യവശാൽ സുധന്റെ സഹോദരൻ രാജൻ തന്നെ അദ്ദേഹത്തിന്റെ വൃക്ക ദാനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. പക്ഷെ അതിന്റെ ഓപ്പറേഷൻ ചെലവും അതിന്റെ ഓപ്പറേഷന് ശേഷമുള്ള തുടർ ചികിത്സാ ചെലവും ഒക്കെ ആയിട്ട് പിന്നെയും എത്രയോ അധികം തുകയുടെ ആവശ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം അതുകൊണ്ടാണ് ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു സഹായ സമിതിയൊക്കെ രൂപീകരിച്ച് എല്ലാവരുടെയും പ്രത്യേകിച്ചും സുമനസ്സരായിട്ടുള്ള സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ സഹായം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഇവിടെ നടത്തുന്നത്. സുധനെ സഹായിക്കാൻ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ കുമ്പിടി ഫെഡറൽ ബാങ്കിൽ പ്രത്യേക അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. സുധനെ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സുമനസ്സുകളുടെ സഹായമാണ് ഇനി ആവശ്യം. തിരൂർ അഗ്നിരക്ഷാ നിലയത്തിലെ 2 ഉദ്യോഗസ്ഥർക്ക് ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചത് അഭിമാനകരമായ വാർത്തയായിരുന്നു. ദുഃഖമുഖങ്ങളിൽ സാഹസ്യവും സ്തുത്യർഹവുമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന സേനാംഗങ്ങൾക്ക് കേരള അഗ്നിരക്ഷാ സേനയുടെ ഡയറക്ടർ ജനറൽ നൽകുന്ന പരമോന്നത ബഹുമതിക്കാണ് തിരൂർ ഫയർഫോഴ്സിലെ റെസ്ക്യൂ ഓഫീസർ VP ഗിരീശൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ അരുൺ രാജ് എന്നിവർ അർഹരായത്. തിരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VP ഗിരീശൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ അരുൺ രാജ് എന്നിവരാണ് ബഹുമതിക്ക് അർഹരായത്. സംസ്ഥാനത്ത് 23 പേർക്കാണ് ബഹുമതി പ്രഖ്യാപിച്ചത്. ഓരോ വർഷവും നാഷണൽ ഫയർ ഡേയോട് അനുബന്ധിച്ചാണ് ഈ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. കുറ്റിപ്പുറം കഴുത്തല്ലൂർ വാര്യത്തുപടി പരേതനായ കോരന്റെയും നീലിയുടെയും മകനാണ് VP ഗിരീശൻ. റൂബിയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ഭവിക, ഭഗത്, ഭരത് എന്നിവർ മക്കളാണ്. കോഴിക്കോട് നന്മണ്ട ഇടിഞ്ഞതിൽ പരേതനായ ബാലന്റെയും ലീലയുടെയും മകനാണ് അരുൺ രാജ. രതീഷയാണ് ഭാര്യ. ശിവരം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപികയാണ്. ഗൗരി മകളാണ്. നിരവധി അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളിൽ ഇവർ 2 പേരും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. ഗിരീശൻ ജില്ലാ സ്കൂബ ടീമിന്റെ സീനിയർ ഓഫീസറും അരുൺ രാജ മരത്തിന് മുകളിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെടുക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ജീവനക്കാരൻ കൂടിയായിരുന്നു. നിരന്തരമായ വന്യമൃഗ ശല്യവും വരാനിരിക്കുന്ന ശക്തമായ വർഷക്കാലവും നേരിടാൻ ഒരുങ്ങുന്ന നിലമ്പൂർ മേഖലയിൽ വനം വകുപ്പിന്റെ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക്. നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിൽ ആവശ്യത്തിന് സർവീസ് യോഗ്യമായ വാഹനങ്ങൾ ഇല്ലാത്തതാണ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കുന്നത്. നിലമ്പൂർ, വഴിക്കടവ്, എടവണ്ണ തുടങ്ങിയ മലയോര വന മേഖലകളിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വനപാലകർക്ക് സമയബന്ധിതമായി എത്തിച്ചേരാൻ കഴിയാത്ത വിധം വാഹനക്ഷാമം രൂക്ഷമാണെന്ന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC ഷാഹുൽ ഹമീദ് വ്യക്തമാക്കി. നമ്മുടെ ഈ വനമേഖലയാണ് നിലമ്പൂർ അടക്കമുള്ള വഴിക്കടവ്, അതുപോലെ തന്നെ എടവണ്ണ പോലുള്ള പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളിലെല്ലാം നമുക്ക് വളരെ വാഹനത്തിൻ്റെ കുറവും, വരാൻ പോകുന്ന വർഷക്കാലമാണ്. അതുപോലെ തന്നെ മൃഗശല്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചുരംപാതയുമായി കടന്നു വരുമ്പോൾ അവിടെ വർഷക്കാലങ്ങളിൽ അടർന്നു വീഴുന്ന മരങ്ങൾ, ഇതിന് എത്രയും പെട്ടെന്ന് ഈ വാഹനങ്ങൾ ലഭ്യമാക്കുകയും അവർക്ക് സഞ്ചരിക്കുവാനുള്ള സൗകര്യങ്ങളും ഈ പ്രദേശത്തെ നിരന്തരമായി യാനശല്യങ്ങളും അതുപോലെ തന്നെ മറ്റ് അപകടങ്ങളും എല്ലാം ഉണ്ടാവുമ്പോൾ അവിടേക്ക് ഓടിയെത്തുവാനുള്ള വാഹനമാണ്. അതിൽ 7ഓളം വാഹനം അതിൻ്റെ പിരീഡ് തീർന്നു നിൽക്കുകയാണ്. അത് ലഭ്യതമാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇവിടുത്തെ അധികാരികളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ കീഴിൽ ആകെ 15 വാഹനങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ ഇതിൽ പകുതിയോളം വരുന്ന 7 പ്രധാന വാഹനങ്ങളും 15 വർഷത്തെ നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയവയാണ്. നിയമപ്രകാരം ഇവ നിരത്തിലിറക്കാൻ സാധിക്കാത്തതിനാൽ നിലവിൽ കട്ടപ്പുറത്താണ്. ബാക്കിയുള്ള ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ഇത്രയും വലിയൊരു വനമേഖലയുടെ സംരക്ഷണത്തിനും അടിയന്തര ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത്. ഇത് വനം വകുപ്പിന്റെ ദൈനംദിന പെട്രോളിംഗിന് പോലും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. വർഷകാലത്ത് നിലമ്പൂർ ചുരം മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണുണ്ടാകുന്ന അപകടങ്ങളിലും
മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാന ശല്യം ഉൾപ്പെടെയുള്ള വന്യമൃഗ പ്രതിസന്ധികളിലും ജനങ്ങൾക്ക് അടിയന്തര സുരക്ഷയൊരുക്കാൻ വനപാലകർക്ക് വാഹനമില്ലാത്തത് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. അപകട മേഖലകളിലേക്ക് ദ്രുതഗതിയിൽ കുതിച്ചെത്തേണ്ട റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കുന്നു. വനത്തിനുള്ളിലെ പ്രകൃതി ദുരന്തങ്ങളോ വന്യമൃഗ ആക്രമണങ്ങളോ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. ചുരത്തിലും പരിസര പ്രദേശങ്ങളിലും മഴക്കാലത്തുണ്ടാകാനിടയുള്ള അടിയന്തര സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് ബന്ധപ്പെട്ട ഉയർന്ന അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC ഷാഹുൽ ഹമീദ് ആവശ്യപ്പെട്ടു. കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്ക് പകരമായി പുതിയ സുരക്ഷാ വാഹനങ്ങൾ എത്രയും വേഗം അനുവദിച്ച് മലയോര ജനതയുടെ ആശങ്ക പരിഹരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ, നിലമ്പൂർ. കാൽപന്ത് കളിയുടെ ആവേശം നെഞ്ചിലേറ്റിയ മലപ്പുറത്തിന്റെ അതിർത്തി നാടുകളിൽ ബ്രസീൽ അർജന്റീന ഫാൻസുകാർ തമ്മിൽ ഫ്ലക്സ് യുദ്ധം. വഴിക്കടവും മുണ്ടയിലാണ് രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ ഫ്ലക്സ് യുദ്ധം ആരംഭിച്ചത്. അർജന്റീന ആരാധകർ 350 അടി നീളമുള്ള ഫ്ലക്സ് അടിച്ച് റോഡരികിൽ സ്ഥാപിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ബ്രസീൽ ആരാധകരെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതോടെ ബ്രസീൽ ആരാധകർ 400 അടി നീളമുള്ള ഫ്ലക്സ് 5 ദിവസം കൊണ്ട് റോഡരികിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ തങ്ങൾ സ്ഥാപിക്കാനുള്ള 350 അടി ഫ്ലക്സ് അർജന്റീനക്കാർ 602 അടിയാക്കി സ്ഥാപിച്ചു. ഈ തീരുമാനം ബ്രസീൽ ആരാധകരെ ഫ്ലക്സിന്റെ നീളം കൂട്ടാൻ വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. ഏകദേശം 10 ദിവസമായി ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ 150 പേര് ഇതിനൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം അവിടെ ഒരു 350 ഉദ്ദേശിച്ചത്. അപ്പം അത് ചെറിയൊരു വാഷിന്റെ പേരിൽ ഞങ്ങളിത് 600 സംതിങ് ആക്കി. പിന്നെ ഇതിന് ചിലവ് ഏകദേശം 2 ലക്ഷം രൂപ ഉണ്ട്. ഏകദേശം ഇതിൽ ഒരു ഫ്രെയിമിന് തന്നെ മൊത്തത്തിൽ 100 ചില്ല പൈപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം ഞാനതിന് വർക്കറാണ്, അതുകൊണ്ട് പറയുന്നത്. പിന്നെ ഇന്നലെ രാത്രി ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഉറങ്ങാണ്. ഇന്നലെ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഇത് മാറുന്നതിൽ ആഗ്രഹം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി ബ്രസീലുകാർ ഇതിലാണ് പൊക്കാണെങ്കിൽ അതിന് മുകളിൽ ഞങ്ങൾ ഇനിയും നീട്ടാൻ നോക്കും. അർജന്റീനക്കാർ 600 അടി വെച്ചാൽ തങ്ങൾ 900 അടി നീളമുള്ള ഫ്ലക്സ് വയ്ക്കുമെന്നാണ് ബ്രസീൽ ആരാധകർ ഇപ്പോൾ പറയുന്നത്. രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ 2 ആഴ്ചയായി തുടരുന്ന ഫ്ലക്സ് യുദ്ധം അവസാനിക്കുന്നില്ല. മുണ്ട ജാസ് ക്ലബ്ബ് പ്രവർത്തകരും പ്രദേശവാസികളും സുഹൃത്തുക്കളുമാണ് ഇരു ടീമുകളുടെയും ആരാധകർ. ഫ്ലക്സ് അടിക്കാൻ 2 ലക്ഷം രൂപയോളം ഇരുവിഭാഗം ആരാധകർക്കും ചിലവ് വന്നിട്ടുണ്ട്. ആരാധകരായ പ്രവാസി സുഹൃത്തുക്കളുടെ അകമൊഴിഞ്ഞ സഹായം ഇരു കൂട്ടർക്കുമുണ്ട്. മുണ്ട അങ്ങാടി മുതൽ പാലാട് വരെയുള്ള KNG റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് ഇവർ ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഫ്ലക്സ് ബോർഡ് കാണാൻ ലൈറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീൽ ഫാൻസ് സ്ഥാപിച്ച ഫ്ലക്സിൽ പെലെ അടക്കമുള്ള ബ്രസീലിന്റെ ഇതിഹാസ താരങ്ങളും ലോകകപ്പ് നേടിയ ചിത്രങ്ങളും കപ്പുകളും ഫ്ലക്സിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ഇന്ത്യൻ ടീമും ഒരിക്കൽ വരുമെന്ന പ്രത്യാശയോടെ ഇന്ത്യൻ ടീമിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. കാർ അപകടത്തിൽ മരിച്ച പോർച്ചുഗീസ് താരം ഡിയാഗോ ജോട്ടയുടെ ചിത്രം കണ്ണീരോർമ്മയായി ബ്രസീലുകാർ ചേർത്തിട്ടുമുണ്ട്. ഇത്രയ്ക്ക് ആരാധകരില്ലെങ്കിലും പോർച്ചുഗലിനും മുണ്ടയിൽ ഫ്ലക്സ് ഉയർന്നിട്ടുണ്ട്. ലോക റെക്കോർഡാണ് തങ്ങളുടെ ഫ്ലക്സുകളെന്ന് ഇരു കൂട്ടരും അവകാശപ്പെടുന്നു. ഞങ്ങൾ ലോകത്തിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഫ്ലക്സാണ് വെച്ചിട്ടുള്ളത്. നിലവിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും 160 ഫീറ്റ് ഉള്ളൂ. ഇത് 600+ ആണ് വരുന്നത്. മുണ്ടയിലെ അർജന്റീന ആരാധകരാണ് ഇത് വെച്ചിട്ടുള്ളത്. എതിർ ടീമുകളുടെ ആരാധകരാണെങ്കിലും ജാസ് ക്ലബിൽ തയ്യാറാക്കുന്ന പ്രൊജക്ടറിൽ ഒരുമിച്ചിരുന്നാണ് ഇരു കൂട്ടരും ലോകകപ്പ് കാണുക. ഇന്ന് രാത്രി ലോക ഫുട്ബോൾ മാമാങ്കം ആരംഭിക്കും. മുണ്ടയിൽ ഫ്ലക്സ് ഉയർത്തി ഇരു ടീമുകളുടെയും ആരാധകർ ആവേശത്തിലാണ്. എല്ലാ ടീമുകളും ഒരുമയോടെ തങ്ങളുടെ ടീമുകളുടെ കളി കാണാൻ കാത്തിരിക്കുകയാണ്. കേരള വിഷൻ, നിലമ്പൂർ. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസിൽ നിർണായക വഴിത്തിരിവ്. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ തേടിയെത്തിയ കാരിയറും കൂട്ടാളിയും അറസ്റ്റിൽ. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശിയായ സൽമാൻ സാലിഹ്, പരപ്പനങ്ങാടി സ്വദേശി സാദിഖ് എന്നിവരാണ് പോലീസ് പിടികൂടിയത്. കേസിൽ നേരത്തെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ 13 പേർ പിടിയിലായ ദിവസം വിദേശത്തു നിന്നെത്തിയ സൽമാനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിന്ന സ്വർണ്ണ കവർച്ചാ സംഘങ്ങളെ മുഴുവൻ കബളിപ്പിച്ചാണ് സൽമാൻ സാലിഹ് മുങ്ങിയത്. സൽമാനും സുഹൃത്തായ സാദിഖുമടക്കം 4 സുഹൃത്തുക്കൾ ചേർന്ന് ഈ കടത്തു സ്വർണം രഹസ്യമായി പങ്കിട്ടെടുത്തതായി പോലീസ് കണ്ടെത്തി. കേസിൽ രക്ഷപ്പെട്ട മറ്റ് 2 സുഹൃത്തുക്കൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സൽമാൻ സാലിഹ് കൊണ്ടുവരുന്ന സ്വർണം തട്ടിയെടുക്കുന്നതിനായി മാത്രം ഒരേ സമയം 5 സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളാണ് കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് തമ്പടിച്ചിരുന്നത്. കേസിൽ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത 13 പേർ ഈ വിവിധ സംഘങ്ങളിൽ പെട്ടവരാണെന്നാണ് വിവരം. കാരിയറായി സൽമാന് സ്വർണം കൈമാറുന്നതിനായി കണ്ണൂർ സ്വർണം പൊട്ടിക്കൽ സംഘം വൻതുകയാണ് ഓഫർ ചെയ്തിരുന്നത്. കുപ്രസിദ്ധ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിയുടെ പ്രധാന കൂട്ടാളിയായ അഭിജിത്താണ് സ്വർണം തങ്ങൾക്ക്
നൽകാൻ സൽമാന് 40 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കി. എന്നാൽ വിമാനത്താവളത്തിന് പുറത്തു കാത്തുനിന്ന കണ്ണൂർ സംഘത്തെയും മറ്റ് കൊട്ടേഷൻ സംഘങ്ങളെയും വെട്ടിച്ച് സൽമാൻ സ്വന്തം സുഹൃത്തുക്കൾക്കൊപ്പം മുങ്ങുകയായിരുന്നു. കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾക്കായും ഒളിപ്പിച്ച സ്വർണം കണ്ടെത്തുന്നതിനായും പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ, കൊണ്ടോട്ടി. മലപ്പുറത്തും ഷിഗല്ല മരണം സ്ഥിരീകരിച്ചു. കീഴാറ്റൂരിൽ വയറിളക്കം ബാധിച്ചു മരിച്ച വീട്ടമ്മയ്ക്ക് ഷിഗല്ല ബാധിച്ചിരുന്നതായി പരിശോധനാ ഫലം. തച്ചിങ്ങൻ നാട്ടംനല്ലൂരിലെ പരേതനായ വേർക്കാട്ട് പറമ്പിൽ കണ്ണന്റെ ഭാര്യ സരോജിനിയാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. ഷിഗല്ല ബാധിതരായി ജില്ലയിൽ ഉണ്ടായിരുന്ന 12 പേരും സുഖം പ്രാപിച്ചതായി ഡെപ്യൂട്ടി DMO ഡോക്ടർ സുബിൻ പറഞ്ഞു. കീഴാറ്റൂരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വീട്ടമ്മ മരിച്ചത് ഷിഗല്ല ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു. കീഴാറ്റൂർ തച്ചിങ്ങനാടം നല്ലൂരിലെ പരേതനായ വേർക്കാട്ടുപറമ്പിൽ കണ്ണന്റെ ഭാര്യ സരോജിനിയാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഛർദിയും വയറിളക്കവുമായി സരോജിനിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗം കൂടുതലായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ടോടെ മരിച്ചു. ഷിഗല്ല ലക്ഷണമുള്ളതിനാൽ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. വെള്ളിയാഴ്ച പരിശോധനാ ഫലം പോസിറ്റീവായി സ്ഥിരീകരിച്ചു. 12 പേരാണ് ഷിഗല്ല ബാധിതരായി ജില്ലയിൽ ഉണ്ടായിരുന്നതെന്നും അതിലൊരാളാണ് മരിച്ചതെന്നും ഡെപ്യൂട്ടി DMO ഡോക്ടർ സുബിൻ പറഞ്ഞു. ബാക്കിയുള്ളവർ സുഖം പ്രാപിച്ചു. വയറിളക്കം ബാധിച്ചു ഈ സീസണിൽ 3 മരണമുണ്ടായിട്ടുണ്ട്. വീക്കെൻഡിനി അടുത്ത വാരം. നമസ്കാരം.